ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. ലിറ്റർജി ക്ലാസ് 60. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ ലിറ്റർജിയെക്കുറിച്ചുള്ള 1066 ഖണ്ഡം മുതലുള്ള പാരഗ്രാഫുകളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആരാധനക്രമത്തിന്റെ അഥവാ ലിറ്റർജിയുടെ ഉറവിടവും ലക്ഷ്യവും ദൈവപിതാവാണ് ലിറ്റർജിയുടെ ഉറവിടവും ലക്ഷ്യവും. അതിപ്പോൾ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് 1077 മുതൽ 1083 വരെയുള്ള പാരഗ്രാഫുകളാണ്. അതിൽ 1079 നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. രക്ഷാപദ്ധതി എന്ന് പറയുന്നത് അതിബൃഹത്തായ ഒരു ആശീർവാദമാണ് എന്നാണ് കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടത്. ഈ ആശീർവാദത്തിന്റെ കഥയാണ് ബൈബിൾ എന്നുള്ള കാര്യമാണ് അടുത്ത പാരഗ്രാഫിൽ പറയുന്നത്. 1080 പാരഗ്രാഫ്. ആശീർവാദത്തിന്റെ കഥയാണ് ബൈബിൾ മുഴുവൻ. ഈ ആശീർവാദത്തിലേക്കുള്ള ദൈവത്തിന്റെ ആശീർവാദത്തിലുള്ള പ്രവേശനമാണ് ലിറ്റർജി. അപ്പൊ നമുക്ക് ഈ 1080 ഖണ്ഡം ഒന്ന് വായിച്ചു നോക്കാം. Catechism of the Catholic Church 1080. From the very beginning, God blessed all living beings, especially man and woman. The covenant with Noah and with all living things renewed this blessing of fruitfulness despite man's sin, which had brought a curse on the ground. But with Abraham, the divine blessing entered into human history, which was moving toward death, to redirect it toward life, toward its source. By the faith of the Father of all believers who embrace the blessing, the history of salvation is inaugurated. സൃഷ്ടിയുടെ ആരംഭം മുതൽ തന്നെ ദൈവം എല്ലാ ജീവജാലങ്ങളെയും വിശേഷിച്ച് പുരുഷനെയും സ്ത്രീയെയും ആശീർവദിച്ചു. മനുഷ്യന്റെ പാപം മണ്ണിനുമേൽ ഒരു ശാപം വരുത്തിയിരുന്നുവെങ്കിലും നോഹയുമായും സകല ജീവജാലങ്ങളുമായും ഉറപ്പിക്കപ്പെട്ട ഉടമ്പടി ഫലപുഷ്ടിയുടെ ഈ ആശീർവാദത്തെ പുതുക്കി സ്ഥാപിച്ചു. അതുവരെ മരണത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരുന്ന ചരിത്രത്തെ ജീവനിലേക്ക്, ചരിത്രത്തിന്റെ ഉറവിടത്തിലേക്ക് തന്നെ തിരിച്ചുവിടാൻ വേണ്ടി അബ്രഹാമിലൂടെ ഈ ദൈവിക ആശീർവാദം ചരിത്രത്തിലേക്ക് പ്രവേശിച്ചു. ഈ ആശീർവാദം സ്വീകരിച്ചവനും എല്ലാ വിശ്വാസികളും പിതാവുമായ അദ്ദേഹത്തിന്റെ വിശ്വാസത്തോടെ രക്ഷാചരിത്രം ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. ഒരുപാട് കാര്യങ്ങൾ കുത്തി നിറച്ചിട്ടാണ് ഈ പാരഗ്രാഫ്. കഴിഞ്ഞ ദിവസം കണ്ടതുപോലെ തന്നെ ഇത് ചെറിയ തോതെങ്കിലും അവതരിപ്പിക്കുക, അത് തന്നെ സമയമെടുക്കും. എങ്കിലും കുറച്ചൊക്കെ ഞാനൊന്ന് ശ്രമിക്കുകയാണ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ രക്ഷ എന്ന് പറയുന്നത് തന്നെ ഒരു അതിബൃഹത്തായ ആശീർവാദമാണ്, ദൈവിക ആശീർവാദമാണ്. അതാണ് 1079 പറഞ്ഞത്. ആ ആശീർവാദത്തിന്റെ കഥ അബ്രഹാമിൽ തുടങ്ങുന്നതാണ് ഇന്ന് അവതരിപ്പിച്ചിരിക്കുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. കാരണം പുതിയ നിയമത്തിന്റെ ആദ്യത്തെ വാക്കെന്താണ്? അബ്രഹാമിന്റെ പുത്രനായ. പുതിയ ഉടമ്പടി ആരംഭിക്കുന്നത് അബ്രഹാമിന്റെ പുത്രനായ. മത്തായിയുടെ സുവിശേഷം 1:1 അങ്ങനെ തുടങ്ങണേ. അബ്രഹാമിന്റെ പുത്രനായ, ദാവീദിന്റെ പുത്രൻ, യേശു ക്രിസ്തുവിന്റെ വംശാവലി പുസ്തകം. അപ്പോൾ അബ്രഹാമിന്റെ പുത്രൻ എന്ന വാക്കിലാണ് പുതിയ ഉടമ്പടി തുടങ്ങുന്നത്. അതുകൊണ്ട് അബ്രഹാമിന്റെ ഈ ആശീർവാദത്തിന്റെ കഥ ബൈബിള് മനസ്സിലാക്കാൻ, പഴയ നിയമവും പുതിയ നിയമവും ഒക്കെ മനസ്സിലാക്കാൻ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇസ്രായേലിന്റെ മുതുമുത്തച്ഛനായ അബ്രഹാമിന്റെ കഥ ഉൽപ്പത്തി പുസ്തകം 12-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം മുതൽ 25-ാമത്തെ അധ്യായം 11-ാം വാക്യം വരെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. ആ കഥയുടെ രത്നച്ചുരുക്കമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഈ പാരഗ്രാഫിൽ. വിശ്വാസത്തിന്റെ നെടുന്തൂണ്, ധർമ്മിഷ്ഠതയുടെ മാതൃക, അനുസരണത്തിന്റെ ആൾരൂപം, ഇങ്ങനെയൊക്കെയാണ് എബ്രായ ലേഖനം 11-ാം അധ്യായം 18-19 വാക്യങ്ങളിൽ അബ്രഹാമിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഈ ബൈബിൾ തന്നെ ശിരസുയർത്തി നിൽക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരാളാണ് അബ്രഹാം. എങ്കിലും വീരോചിതമായ വിശ്വാസത്തിന്റെ മാതൃക എന്നതിനേക്കാൾ ഉൽപ്പത്തി പുസ്തകം അവതരിപ്പിക്കുന്നത് ലോകമാസകലം അനുഗ്രഹം ചൊരിയാൻ ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട മധ്യസ്ഥനായിട്ടാണ്. ഉൽപ്പത്തി 12:3, 18, 17, 18, 22, 17, 18. അപ്പോൾ വിശ്വാസത്തിന്റെ ഉദാത്ത മാതൃക, വീരോചിത മാതൃക തീർച്ചയായിട്ടും അങ്ങനെയാണ്. പക്ഷെ അങ്ങനെയല്ല ഉൽപ്പത്തി താളുകൾ അവതരിപ്പിച്ചിരിക്കുന്നത്. ഉൽപ്പത്തി താളുകൾ അവതരിപ്പിച്ചിരിക്കുന്നത് ലോകമാസകലമുള്ള സകല കുടുംബങ്ങളെയും ദൈവാനുഗ്രഹത്താൽ, ദൈവത്തിന്റെ അനുഗ്രഹത്താൽ നിറയ്ക്കാൻ വേണ്ടി ദൈവം തിരഞ്ഞെടുത്ത മധ്യസ്ഥനായിട്ടാണ്. മറ്റുള്ളവരെ ആശീർവദിക്കാനുള്ള പ്രമാണവാക്യമാണ് അബ്രഹാം. പിന്നീട് ഇസഹാക്കിനോടും യാക്കോബിനോടും ഈ ആശീർവാദമായിരിക്കുമെന്ന വാഗ്ദാനം പുതുക്കുന്നുണ്ട്. ഉൽപ്പത്തി 26:3-5 ഇസഹാക്കിനോടും ഉൽപ്പത്തി 28:13-14 യാക്കോബിനോടും. കത്തോലിക്ക സഭയുടെ മതബോധനം 144 മുതൽ 147 വരെ നമുക്ക് വായിച്ചു നോക്കാം. അബ്രഹാമിന്റെ സന്തതിയായ യേശുവിലാണ് മത്തായി 1:1 ഈ വാഗ്ദാനം പൂർണ്ണ തോതിൽ പൂർത്തിയാക്കപ്പെടുന്നത്.
ലോകത്തെ സകല കുടുംബങ്ങളും ഞാൻ ആശീർവദിക്കും എന്ന ദൈവത്തിന്റെ വാഗ്ദാനം, അബ്രഹാമിന് കൊടുത്ത വാഗ്ദാനം ശരിക്കും പൂർത്തിയാകുന്നത് അബ്രഹാമിന്റെ സന്തതിയായ യേശുവിലാണ്. അതുകൊണ്ടാണ് അബ്രഹാമിന്റെ പുത്രനായ എന്ന് പറഞ്ഞിട്ട് യേശുവിനെ അവതരിപ്പിച്ച് തുടങ്ങുന്ന പുതിയ ഉടമ്പടിയിൽ. അബ്രഹാമിന്റെ പുത്രൻ, യേശുവിന്റെ ഉത്ഭവസ്ഥാനം ഏതെന്നറിയാൻ മത്തായി മുന്നോട്ട് വയ്ക്കുന്ന പ്രസക്തമായ 2 പേരുകളുണ്ട്. ഒന്ന് അബ്രഹാമിന്റെ പുത്രൻ, മറ്റൊന്ന് ദാവീദിന്റെ പുത്രൻ. ദാവീദിന്റെ പുത്രനെ കുറിച്ച് ഞാൻ ഇന്നത്തെ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. കുറച്ച് നിങ്ങൾക്കത് മനസ്സിലാക്കാം, നോക്കാം. യേശു അബ്രഹാമിന്റെ പുത്രനാണ്. ഗ്രീക്കില് ഹുയു അബ്രാം എന്നാണ്, ഹീബ്രുവില് ബെൻ അബ്രഹാം. ഭൂലോകത്തുള്ള സകലർക്കും അനുഗ്രഹം വാഗ്ദാനം ചെയ്യുന്ന ഉടമ്പടിയുടെ കഥ ആരംഭിക്കുന്നത് അബ്രഹാമിലാണ്. അതുകൊണ്ട് തന്നെ രക്ഷാചരിത്രം ആരംഭിക്കുന്നതും അബ്രഹാമിലാണ്. ജന്മസ്ഥലത്ത് നിന്ന് വാഗ്ദാന നാട്ടിലേക്ക് കാലെടുത്ത് വെച്ച ഒരു വഴിപോക്കൻ മാത്രമായിരുന്നില്ല അബ്രഹാം. വർത്തമാനത്തിൽ നിന്ന് ഭാവിയിലേക്ക് പ്രയാണം ചെയ്യാനായി പാദങ്ങൾ ചലിപ്പിച്ച പഥികനാണ്. വരാനിരിക്കുന്നവയുടെ പാതയിലൂടെ ഊർജ്ജസ്വലമായി നടന്നു നീങ്ങിയവനാണ് ഈ അബ്രഹാം. വാഗ്ദാനത്തിന്റെ അടിസ്ഥാനത്തില് വിശ്വാസത്തിന് തീർത്ഥാടനം നടത്തിയവനാണ് അബ്രഹാം. ദൈവം സംവിധാനം ചെയ്തതും അടിസ്ഥാനം ഉറപ്പിച്ചതുമായ ഒരു നഗരത്തെ അവൻ ഉന്നം വെച്ചിരുന്നുവെന്ന് ഹെബ്രായ ലേഖനം 11:10 പറയുന്നുണ്ട്. അതായത് ദൈവം ശില്പിയായി നിർമ്മിച്ച ഒരു നഗരത്തെയാണ് അബ്രഹാം ഉന്നം വെച്ചിരുന്നത്. അത് സ്വർഗീയ നഗരമാണ്, അല്ലാതെ കാനാൻ ദേശമല്ല. അബ്രഹാമിന് മക്കൾ ലഭിക്കുമെന്ന് മാത്രമല്ല ഇതിനർത്ഥം. ഭൂമിയിലെ ജനപദങ്ങളെല്ലാം അവനിലൂടെ അനുഗ്രഹിക്കപ്പെടും എന്ന് തന്നെയാണ് ഉൽപ്പത്തി 18:18. അതിനാൽ അബ്രഹാമിൽ തുടങ്ങി യേശുവിലേക്ക് നയിക്കുന്ന രക്ഷാചരിത്രം മുഴുവൻ സാർവത്രികതയിലേക്ക് തുറന്നിരിക്കുന്നു. സാർവത്രികത എന്ന് പറഞ്ഞാൽ സാർവലൗകികവും സാർവജനീനവും. സർവ്വലോകങ്ങളെയും സർവ്വജനങ്ങളെയും ബാധിക്കുന്നതിനെയാണ് സാർവലൗകികം സാർവജനീനം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ മത്തായിയുടെ സുവിശേഷം അവസാനിപ്പിക്കുമ്പോൾ എങ്ങനെയാണ്? യേശു അവരെ ഗലീലയിലെ ഒരു മലയിലേക്ക് കൊണ്ടുപോയി. അവിടെ വെച്ചിട്ട് അവരോട് പറയാണ്, സ്വർഗത്തിനും ഭൂമിയിൽ സകല അധികാരം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. അതിന് നിങ്ങൾ പോയി സകല ജനതകളോടും സുവിശേഷം പറയുക. കാരണം എന്താ? ഭൂമിയിൽ സകല കുടുംബങ്ങളും അനുഗ്രഹിക്കപ്പെടുമെന്ന് അബ്രഹാമിന് കൊടുത്ത വാഗ്ദാനം ഇപ്പോ എന്നിലൂടെ പൂർത്തിയായിരിക്കുകയാണ്. അത് നിങ്ങൾ എല്ലാവരും കൊണ്ട് അറിയിക്കണം. എന്നിട്ട് സ്വീകരിക്കുന്നവരെല്ലാം ഈ അനുഗ്രഹത്തിലേക്ക് കൊണ്ടുവരണം. കണ്ടോ, അബ്രഹാമിൽ തുടങ്ങിയിട്ട് സകല ജനതകളെയും സുവിശേഷം അറിയിക്കുക എന്നുള്ള കൽപ്പനയിലാണ് സുവിശേഷം അവസാനിക്കുന്നത്, മത്തായിയുടെ സുവിശേഷം. അബ്രഹാം അപ്പൊ എങ്ങനെയാണ് ഈ ആശീർവാദത്തിന്റെ കഥ അബ്രഹാമിൽ നിൽക്കുന്നത്? അതാണല്ലോ ഇന്നത്തെ ഈ കത്തോലിക്ക സഭ മതബോധനം 10:80 പറയുന്നത് അബ്രഹാമിൽ ആശീർവാദം എന്നുള്ളതാണ്. അബ്രഹാമിയുടെ ആശീർവാദം ഈ ചരിത്രത്തിലേക്ക് പ്രവേശിച്ചു. അബ്രഹാം നേരിടേണ്ടി വന്ന 10 പരീക്ഷണങ്ങളും അബ്രഹാം സ്വീകരിച്ച 7 ആശീർവാദങ്ങളും. അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ കഥ ഇതൾ വിരിയുന്നത്. ഉൽപ്പത്തി പുസ്തകത്തിൽ അബ്രഹാം നേരിടേണ്ടി വന്ന 10 പരീക്ഷണങ്ങൾ. ആ 10 പരീക്ഷണങ്ങൾ നേരിട്ട അബ്രഹാമിലൂടെ അബ്രഹാം സ്വീകരിച്ച 7 ആശീർവാദങ്ങൾ അല്ലെങ്കിൽ അനുഗ്രഹങ്ങൾ. ഈ യാഹ്വയുമായി അബ്രഹാമൻ ഉണ്ടായിരുന്നതും വളർന്നുകൊണ്ടിരുന്നതുമായ ഒരു വ്യക്തിപരമായ ബന്ധം, അതിൽ നാഴികക്കല്ലാണ് ഇസഹാക്കിന്റെ ബന്ധനം. ഇങ്ങനെ ബലിയർപ്പിക്കാനായിട്ട് അവനെ കൈയും കാലും കെട്ടി ബലിപീഠത്തിൽ കിടത്തിയിരിക്കുന്നു. അതാണ് ബന്ധനം എന്ന് പറയണേ. യാഹ്വെ അബ്രഹാമിനെ കൽദാരുടെ ഊർ ദേശത്തും വിളിച്ചത് മുതൽ ഉൽപ്പത്തി 12 ഈ രംഗം വരെ അബ്രഹാമിന് യാഹ്വയുമായുള്ള ബന്ധം ആഴപ്പെടുകയും പക്വത പ്രാപിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. അദ്ദേഹത്തിന്റെ സമർപ്പണത്തിന് ആഴവും ശക്തിയും പരീക്ഷിക്കാൻ നേരമായിരിക്കുന്നുവെന്ന് യാഹ്വയ്ക്ക് ബോധ്യം വന്നപ്പോഴാണ് ഇസഹാക്കിന് ബലി കഴിക്കാനായിട്ട് ആവശ്യപ്പെടുന്നത്. ഉൽപ്പത്തി 22. അപ്പോൾ ഉൽപ്പത്തി 12 മുതൽ 22 വരെയുള്ള അധ്യായങ്ങൾ വർണ്ണിച്ചിരിക്കുന്നതിന്റെ അബ്രഹാമിന്റെ ജീവിത രംഗങ്ങൾ ഒരു പരകോടിയിലേക്ക്, അത്യുച്ചയിലേക്ക് പ്രവേശിക്കുകയാണ്, അതിലേക്ക് നയിക്കുകയാണ്. അതാകട്ടെ ഞാൻ പറഞ്ഞു 10 പരീക്ഷണങ്ങളിലൂടെയും 7 അനുഗ്രഹങ്ങളിലൂടെയുമാണ് വികാസം പ്രാപിക്കുന്നത്. ഈ ഓരോ പരീക്ഷണങ്ങളും കഴിയുമ്പോഴും ഒരു വാഗ്ദാനമോ ഒരു സാന്ത്വനമോ അബ്രഹാമിന് ലഭിക്കുന്നുണ്ട്. അതാണ് ഈ ആശീർവാദത്തിലേക്ക് നയിക്കുന്നത്. ഞാൻ 10 പരീക്ഷണങ്ങൾ ചുരുക്കമാറ്റെന്ന് പറയാം. വിശദമായിട്ട് പറഞ്ഞാൽ ഒരുപാട് സമയം പോകുന്നത് കൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. 10 പരീക്ഷണങ്ങൾ ഇവയാണ്. സ്വന്തക്കാരെയും സ്വന്തം നാടിനെയും ഉപേക്ഷിച്ച് പരദേശിയായി ജീവിക്കേണ്ടി വരിക. ഉൽപ്പത്തി 12 അധ്യായം 1 മുതൽ 4 വരെയും പിന്നെ 7 വാക്യം. അതാണ് 1ാമത്തെ പരീക്ഷ. 2ാമത്തത് ഈജിപ്തിലേക്കുള്ള അപകടകരമായ യാത്ര. ഭാര്യയെ നഷ്ടപ്പെടുമെന്ന ഒരവസ്ഥ വരുന്നുണ്ട് അവിടെ. ഉൽപ്പത്തി 12:10 മുതൽ 13 അധ്യായം 1 വാക്യം വരെ. 3ാമത്തത് ബന്ധുവായ ലോത്തിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങേണ്ടി വരുന്നു.
വഴക്കിട്ടിട്ട് ഇല്ലേ, അങ്ങോട്ട് പോകുക ഇങ്ങോട്ട്, നീ വലത്തോട്ട് പോകും ഞാൻ ഇടത്തോട്ട് പോകും, നീ ഇടത്തോട്ട് പോകുമെങ്കിൽ ഞാൻ വലത്തോട്ട് പോകും, അങ്ങനെയുള്ള ഒരു അവസ്ഥ സംജാതമാകുന്നു. 13-ാം അധ്യായം 2 മുതൽ 18 വാക്യങ്ങൾ. 4-ാമത്തെ പരീക്ഷ ലോത്തിനെ രക്ഷിക്കാനായിട്ട് യുദ്ധം ചെയ്യേണ്ടി വരുന്നു. 14-ഉം 15-ഉം അധ്യായം അതാണ്. പിന്നെ 5-ാമത്തെ പരീക്ഷ ഹാഗാറിൽ ജനിച്ച ഇസ്മായേല് എന്ന മകൻ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ. 16-17 അധ്യായങ്ങൾ. പിന്നെ പരിച്ഛേദന എന്ന പരീക്ഷ 6-ാമത്തെ പരീക്ഷയാണത്. 18-ാം അധ്യായം 1 മുതൽ 15 വരെ വാക്യങ്ങൾ. അയൽക്കാരുടെ സ്വവർഗഭോഗം, അനന്തരവനായ ലോത്തിനെ അപകടലാക്കുന്നതിന് കെണിയാണ് പിന്നെ നേരിടുന്ന പരീക്ഷ. 18-ാമത്തെ അധ്യായം 16-ാം വാക്യം മുതൽ 19-ാം അധ്യായം 29-ാം വാക്യം വരെ സോദം ഗൊമോറ. വീണ്ടും വൈദേശിക രാജാവിൽ നിന്നുള്ള ഭീഷണി, അതാണ് 20-ാമത്തെ അധ്യായം 1 മുതൽ 21-ാം അധ്യായം 7 വരെ. 9-ാമത്തെ പരീക്ഷ ആദിജാതന്റെ വിട പറയലിന് സാധ്യത തുറന്നിട്ടുകൊണ്ട് ഇസഹാക്ക് ജനിക്കുന്നു. അതായത് ഇസ്മായിൽ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകേണ്ടി വരും. ഇസഹാക്ക് ജനിക്കുന്നു. അതൊരു പരീക്ഷ കൂടിയാണ്. 21-ാം അധ്യായം 8 മുതൽ 34 വരെ വാക്യങ്ങൾ. പിന്നെ മകനെ ബലി കഴിക്കേണ്ടി വരുന്ന ഒരു അപ്പന്റെ ഹൃദയം നീറ്റല്, അതാണ് ഉൽപ്പത്തി 22. അപ്പൊ ഇങ്ങനെ 10 പരീക്ഷണങ്ങളുണ്ട്. ഈ 10 പരീക്ഷണങ്ങളുടെ കൂട്ടത്തിൽ നമ്മൾ പറഞ്ഞു 7 അനുഗ്രഹങ്ങൾ അല്ലെങ്കിൽ ആശീർവാദങ്ങളുണ്ട്. ഈ ബൈബിൾ തന്നെ മൊത്തം ആശീർവാദത്തിന്റെ കഥയെ, രക്ഷാചരിത്രത്തിന്റെ കഥ, ആശീർവാദത്തിന്റെ കഥയാണ് നമ്മൾ പറയണേ. ആ ആശീർവാദത്തിൽ നമ്മൾ കടക്കുന്നതാണ് ലിറ്റർജി. അപ്പൊ ഈ ആശീർവാദം വളരെ പ്രധാനപ്പെട്ടതാണ്. ലിറ്റർജിയിലും ആശീർവാദം വളരെ പ്രധാനപ്പെട്ടതാണല്ലോ. അപ്പൊ അത് മനസ്സിലാക്കാൻ വേണ്ടി ഒരു ശ്രമമാണ്. 7 അനുഗ്രഹങ്ങൾ ഏതാണെന്ന് നമുക്ക് പരിശോധിക്കാം. ഒന്നാമത്തെ അനുഗ്രഹത്തിൽ തന്നെ വേറെ ഉപ അനുഗ്രഹങ്ങൾ 7 ഉണ്ട്. ഈ 1-ാമത്തെയും 7-ാമത്തെ അനുഗ്രഹത്തില് 7 വെച്ച് ഉപ അനുഗ്രഹങ്ങളുണ്ട്. അപ്പൊ 7 പ്രധാനപ്പെട്ട അനുഗ്രഹങ്ങൾ, അതിൽ 1-ാമത്തതിലും 7-ാമത്തതിലും പിന്നെയും 7 വീതം വെച്ചിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ആശീർവാദം ഇങ്ങനെ കുത്തി നിറച്ച് വെച്ചിരിക്കുക. 12-ാമത്തെ അധ്യായം 2-3 വാക്യങ്ങളിലാണ് 1-ാമത്തെ അനുഗ്രഹം കിടക്കുന്നത്. അബ്രഹാമിന് നൽകപ്പെട്ട വാഴുവിന്റെ 7 ചക്രവാളങ്ങൾ 1-ാമത്തെ അനുഗ്രഹത്തിൽ കാണാം. 1-ാമത്തെ അനുഗ്രഹത്തിൽ ഉപ അനുഗ്രഹം ആണ് ഞാൻ ഇപ്പൊ പറയണേ. ഞാൻ നിന്നെ വലിയ ജനതയാക്കും. 2, ഞാൻ നിന്നെ അനുഗ്രഹിക്കും. നിന്റെ പേര് ഞാൻ മഹത്തരമാക്കും. അങ്ങനെ നീ ഒരു അനുഗ്രഹമായി മാറും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. നിന്നിലൂടെ ഭൂമുഖത്തെ കുടുംബങ്ങളെല്ലാം അനുഗ്രഹീതമാകും. ഇങ്ങനെ 7 വാഴ്വുകൾ വെച്ചിട്ടാണ് 1-ാമത്തെ ആശീർവാദം. 2-ാമത്തെ ആശീർവാദം നിത്യം നിലനിൽക്കുന്ന സന്തതി പരമ്പര, അതായത് എന്നേക്കുമായി സ്വന്തമാക്കപ്പെടുന്ന ദേശം എന്നർത്ഥം. 12:7. 3, സ്വന്തമായി ഒരു ദേശവും സ്വന്തമായി മക്കളും. ഉൽപ്പത്തി 13-ാം അധ്യായം 14 മുതൽ 17 വാക്യങ്ങൾ. 4, സന്തതികൾ എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്നും എന്നാണ് സ്വന്തമായി ദേശം ലഭിക്കുകയെന്നും വ്യക്തമാക്കുന്നു. അതാണ് ഉൽപ്പത്തി 15-ാമത്തെ അധ്യായം. 5, ഒരു ശിശുവല്ല ഒരു ജനതയാണ് അബ്രഹാമിനും സാറായ്ക്കും പിറക്കാനിരിക്കുന്നതെന്ന് വെളിപ്പെടുത്തുന്നു. മാത്രമല്ല സാറായുടെ സന്തതിയിലൂടെയാണ്, ഹാഗാറിന്റെ സന്തതിയായ ഇസ്മായിലൂടെയല്ല ദൈവം തന്റെ ഉടമ്പടി മുന്നോട്ട് കൊണ്ടുപോവുക എന്ന് വെളിപ്പെടുത്തുന്നു. ഉൽപ്പത്തി 17. 6-ാമത്തെ അനുഗ്രഹം 1 വർഷത്തിനുള്ളിൽ സാറ ഒരു ശിശുവിനെ പ്രസവിക്കുമെന്നുള്ളതാണ്. ഉൽപ്പത്തി 18. 7-ാമത്തെ അനുഗ്രഹം, അതിൽ ഞാൻ പറഞ്ഞല്ലോ, അതിലും ഇത് ഇങ്ങനെ 7-ാമത്തെ അനുഗ്രഹത്തിൽ 7 ഉപവാഴ്വുകളുണ്ട്. അത് നൽകപ്പെടുന്നത് 22-ാം അധ്യായം 16 മുതൽ 18 വാക്യങ്ങളിലാണ്. നീ ഏക മകനെ, പൊന്നോമന മകനെ തരാൻ പോലും മടിച്ചില്ല. ഒരു അനുഗ്രഹം വേണ്ടി പറയാണ്. 2, ഞാൻ എന്റെ നാമത്തിൽ തന്നെ സത്യം ചെയ്ത് ശപഥം ചെയ്യുന്നു. ദൈവത്തിന്റെ നാമത്തിൽ തന്നെ സത്യം ചെയ്ത് ശപഥം ചെയ്യുന്നു. ഞാൻ നിന്നെ സമൃദ്ധമായി അനുഗ്രഹിക്കും. 3, 4, നിന്റെ സന്തതികൾ ഞാൻ അത്യധികം വർദ്ധിപ്പിക്കും. 5, നിന്റെ സന്തതി ശത്രുവിന്റെ നഗര കവാടങ്ങൾ പിടിച്ചെടുക്കും. 6, നീ എന്റെ വാക്ക് അനുസരിച്ചു. 7, നിന്റെ സന്തതിയിലൂടെ ലോകത്തിലെ ജനതകളെല്ലാം അനുഗ്രഹിക്കപ്പെടും. ഈ 10 പരീക്ഷണങ്ങൾ അവതരിപ്പിക്കപ്പെടുന്ന അബ്രഹാമിന്റെ കഥയെ നമുക്ക് വേണമെങ്കിൽ 4 ഘട്ടമായിട്ട് ചുരുക്കാം. 4 ഘട്ടം. 1, പിതൃഭൂമി ഉപേക്ഷിക്കാനും യാഹ്വയെ കാണിച്ചു തരുന്ന ദേശം ലക്ഷ്യമാക്കി ഇറങ്ങിത്തിരിക്കാനും ആവശ്യപ്പെടുന്നിടത്താണ് അദ്ദേഹത്തിന്റെ കഥ തുടങ്ങുന്നത്. എവിടേക്കാണ് പോകേണ്ടെന്ന് അറിയാതെ തന്നെയാണ് അദ്ദേഹത്തിന്റെ പുറപ്പാട്. ഉൽപ്പത്തി 12:1-2, ഹെബ്രായ ലേഖനം 11:8. 2, തന്റെ ആടുമാണിൽ ചിലത് ബലി കഴിക്കാൻ ദൈവം ആവശ്യപ്പെടുന്നു. ഉൽപ്പത്തി 15-ാമത്തെ അധ്യായം 9 മുതൽ 10 വരെ വാക്യങ്ങൾ. അബ്രഹാം അങ്ങനെ ചെയ്തപ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിലെ സന്ദേഹ കനലുകൾ അകറ്റുന്നതിനായി വാഗ്ദാനത്തെ ഒരു ഉടമ്പടിയായിട്ട് ദൈവം ഉയർത്തുകയാണ്. ആദ്യം വാക്ക് കൊടുത്തു, പിന്നെ വാഗ്ദാനമായി, പിന്നെ ഉടമ്പടിയായിട്ട് അതിനെ ഉറപ്പിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകം 15-ാമത്തെ അധ്യായം 18 മുതൽ 20 വാക്യങ്ങൾ. 3-ാമത്തെ ഘട്ടം എന്ന് പറയുന്നത് ജനനേന്ദ്രിയത്തിന്റെ, അബ്രഹാമിന്റെ ജനനേന്ദ്രിയത്തിന്റെ അഗ്രചർമ്മം, ലിംഗത്തിന്റെ അഗ്രചർമ്മം ഛേദിച്ചുകൊണ്ട് പരിച്ഛേദനം ചെയ്യാൻ 90 വയസ്സുള്ള അബ്രഹാമിനോട് പറയുകയാണ്. അതായത് തന്റെ തന്നെ ശരീരത്തിലെ ഒരു ഭാഗം ബലി കഴിക്കാനാണ്
അബ്രഹാമിന് ദൈവം പറഞ്ഞത്, ആവശ്യപ്പെട്ടത്. പരിച്ഛേദനത്തിന്റെ അർത്ഥം അതായിരുന്നു. തന്റെ തന്നെ ശരീരത്തിലൊരു ഭാഗം ബലി കഴിക്കുക. ലിംഗത്തിന്റെ അറ്റം ഇല്ലേ, ഇപ്പൊ നമ്മൾ മുസ്ലിം സമുദായവും യഹൂദരൊക്കെ ചെയ്യുന്നത് പോലെ സുന്നത്ത് എന്ന് പറയില്ലോ, ഈ പരിച്ഛേദനം അല്ലെങ്കിൽ സർക്കംസിഷൻ എന്ന് പറയുന്ന ജനനേന്ദ്രിയത്തിന്റെ അറ്റം ഛേദിച്ച് കളയുക. ഉടമ്പടിക്ക് ശരീരത്തിൽ അടയാളം എന്നാണ് പറഞ്ഞത്. പക്ഷേ ശരീരത്തിലൊരു ഭാഗം ഛേദിച്ച് കളയാനാണ് ആവശ്യപ്പെടുന്നത്, ബലി കഴിക്കാനാണ് ആവശ്യപ്പെടുന്നത്. ഉൽപ്പത്തി 17:1-21 വാക്യങ്ങൾ. അവസാനം തന്റെ മകനെ, തന്റെ ഏക മകനെ, തന്റെ പ്രിയപ്പെട്ട മകനെ, തന്റെ ഏക അവകാശിയായ ഇസഹാക്കിന് ബലി കൊടുക്കാൻ ദൈവം ആവശ്യപ്പെടുന്നു. മുൻപ് ദൈവവും അബ്രഹാമും തമ്മിലുള്ള ഉടമ്പടിയുടെ സമയത്ത് ജീവൻ ജാമ്യമായി കെട്ടിവെക്കാൻ തയ്യാറാകാതിരുന്ന അബ്രഹാമിന്റെ കഥ ഉൽപ്പത്തി 15:17 കാണുന്നുണ്ട്. ഇപ്പോൾ അവൻ ഏറ്റവും സ്നേഹിക്കുന്ന മകന്റെ ജീവൻ തന്നെ പണയപ്പെടുത്താൻ ആവശ്യപ്പെടുകയാണ്. അതായത് ഉടമ്പടി ചെയ്യുന്നത് പലതരത്തിലാണ്. ഒരു ആട്ടിടയന്മാര് ഉടമ്പടി ഉറപ്പിക്കുന്നത് മൃഗങ്ങളെ രണ്ടായിട്ട് ഇങ്ങനെ പകത്ത് ഉടമ്പടി ചെയ്യാനുള്ള കക്ഷികൾ അപ്പുറത്തപ്പുറത്ത് നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണം ഇതിന്റെ ഇടയിൽ കൂടെ. അങ്ങനെ സമയം വന്നു, ദൈവം അങ്ങോട്ട് നടന്നെങ്കിലും അബ്രഹാം ഇങ്ങോട്ട് നടന്നില്ല. ഉൽപ്പത്തി 15:17 ദൈവം തീനാവുകളുടെ രൂപത്തിൽ ഈ ബലിവസ്തുക്കളുടെ ഇടയിലൂടെ നടന്നു. ജീവൻ പണയം വെക്കുന്നതിന് തുല്യമാണത്. അബ്രഹാം ജീവൻ പണയം വെക്കണമായിരുന്നു, ഇങ്ങോട്ട് നടക്കണമായിരുന്നു, പണയം വെച്ചില്ല. അന്ന് ജീവൻ പണയം വെക്കാൻ മടിച്ച അബ്രഹാം ഇപ്പോൾ മകന്റെ ജീവൻ പണയം വെക്കുകയാണ്. ഈ 112 വയസ്സുള്ള ഒരാള് മരിക്കണം എന്ന് പറഞ്ഞെങ്കിൽ ചിലപ്പം സന്തോഷത്തോടെ മരിച്ചേനെ. 12 വയസ്സുള്ള മകൻ, അതും ഏക മകൻ, അവകാശിയായ മകൻ, അവനിലൂടെ ഭൂമിത്തെ സകല ജനങ്ങളും അനുഗ്രഹിക്കപ്പെടുന്ന ഒരു വാഗ്ദാനം നിലനിൽക്കെ അവനെ കൊല്ലാനായിട്ട് ആവശ്യപ്പെടുമ്പോൾ ഒരു അപ്പന്റെ മനസ്സിലൂടെ കടന്നു പോകുന്ന വേദന ചിന്തിക്കാൻ പറ്റുമോ? ഒരു അപ്പനോട് ഇതിലും വലിയൊരു ബലി ആവശ്യപ്പെടാനില്ല. വയസ്സകാലത്ത് കിട്ടിയ മകൻ മാത്രമല്ല ഇസ്ഹാക്ക്, അവനിലൂടെ ആകാശ നക്ഷത്രങ്ങളെ പോലെയും കടലോട്ട് മണൽത്തരി പോലെയും മക്കളുണ്ടാകുന്ന വാഗ്ദാനം നിലനിൽക്കുന്നു. അതെങ്ങനെ നടക്കും? അവനെ ബലി കൊടുത്താല് നിന്റെ സന്തതിയിലുള്ള ലോകത്തെ കുടുംബങ്ങളെ മുഴുവൻ ഞാൻ അനുഗ്രഹിക്കും എന്ന യാഹ്വയുടെ വാക്ക് എങ്ങനെ പാലിക്കപ്പെടും? അതെ, ഇസഹാക്കുമായി ബന്ധപ്പെട്ട എല്ലാ വാക്കുകളും വാഗ്ദാനങ്ങളും ഉടമ്പടികളും ഈ അടുക്കി വെച്ചിരിക്കുന്ന വിറകിനോട് ബന്ധിക്കപ്പെട്ട് യാഗപീഠത്തിൽ കിടക്കുകയാണ്. ഈ ഇസഹാക്കിനെ ബന്ധിച്ച് കിടക്കുമ്പോൾ ഇപ്പൊ കുരിശിൽ ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന ഈശോയുടെ പൂർവ്വരൂപം നമ്മൾ കാണുന്നില്ലേ? എല്ലാം അവസാനിച്ചെന്ന് വിചാരിച്ചിട്ടാണ് അവനെ കൊന്ന് കുരിശിൽ കെട്ടിതൂക്കിയത്. എല്ലാം അവസാനിച്ചെന്നാണ്. പക്ഷേ ഈ ഇസഹാക്കിന് ഈ വാക്കുകൾ ഞാൻ ഒന്നുകൂടി പറയട്ടെ. ഇസഹാക്കുമായി ബന്ധപ്പെട്ട എല്ലാ വാക്കുകളും വാഗ്ദാനങ്ങളും ഉടമ്പടികളും ഇത് അടുക്കി വെച്ചിരിക്കുന്ന വിറകിനോട് ബന്ധിക്കപ്പെട്ട് യാഗപീഠത്തിൽ കിടക്കുന്നു. അതാണ് ഇസഹാക്കിന്റെ ബന്ധനം. കുരിശിൽ ഇല്ലേ തടിയോട് ചേർത്ത് തുളച്ച് ആണികൾ കൊണ്ട് ബന്ധിച്ച ആ കർത്താവിന്റെ പൂർവ്വരൂപമാണ് ഈ യാഗപീഠത്തിൽ കിടക്കുന്ന ഇസഹാക്ക്. അപ്പോഴും ഒരു വചനമുണ്ട്. ഈ ഇസഹാക്ക് അപ്പനോട് ചോദിച്ചൊരു വാക്ക്. 3-ാം ദിവസം ഇസഹാക്ക് അപ്പനോട് ചോദിച്ചു, അപ്പ വിറകെടുത്തു, കത്തിയെടുത്തു, തീയെടുത്തു, ആട്ടിൻകുട്ടി, ബലി കഴിക്കപ്പെട്ട ആട്ടിൻകുട്ടി എവിടെ? അതിന് അബ്രഹാം പറഞ്ഞ മറുപടി യാഹ്വേ ഇരേ എന്നാണ്, കർത്താവ് തരും മകനെ. ആ വചനം പൂർണ്ണമായിട്ട് എങ്ങനെയാണ്? കർത്താവ് തന്നെ ബലിക്കുള്ള കുഞ്ഞാടിനെ തരും. ദ ലോർഡ് ഹിംസെൽഫ് വിൽ പ്രൊവൈഡ് ദ ലാം ഫോർ ദ സാക്രിഫൈസ് എന്നാണ്. കർത്താവ് തന്നെ ബലിക്കുള്ള കുഞ്ഞാടിനെ തരും. പക്ഷേ ഹീബ്രുവില് അത് വേറെ തരത്തിലും തർജ്ജമ ചെയ്യാം. ഹീബ്രുവിൽ അങ്ങനെ അർത്ഥമുണ്ട്. കർത്താവ് തന്നെ ബലിക്കുള്ള കുഞ്ഞാടായി തരും. കർത്താവ് തന്നെ ബലിക്കുള്ള കുഞ്ഞാടായി തരും. കർത്താവ് തന്നെ ബലിക്കുള്ള കുഞ്ഞാടിനെ തരുമെന്നല്ല, കർത്താവ് തന്നെയാണ് ബലിക്കുള്ള കുഞ്ഞാടായി തരിക. കർത്താവ് തന്നെ കുഞ്ഞാടായി വരും. ഇടയൻ തന്നെ കുഞ്ഞാടായി വരും. അതാണ് ഈ ഇസഹാക്ക് ചോദിച്ച ചോദ്യത്തിന് അബ്രഹാം കൊടുത്ത മറുപടി. അന്ന് അബ്രഹത്തിന് കൃത്യമായിട്ട് മനസ്സിലായില്ലായിരുന്നു. ഈ പ്രവചനങ്ങളൊക്കെ അങ്ങനെയാണല്ലോ, അന്ന് അവർക്ക് മുഴുവൻ മനസ്സിലായില്ല. ചരിത്രത്തിൽ സംഭവിച്ചു കഴിഞ്ഞപ്പോഴാണ് പ്രവചനത്തിന് അർത്ഥം മനസ്സിലായത്. ഇതും അങ്ങനെ തന്നെ. കർത്താവ് തന്നെ ബലിക്കൽ കുഞ്ഞാടായി വന്നു, കുരിശിലേറി. അപ്പോൾ അവനിലൂടെ, ഈ അബ്രഹാമിന്റെ സന്തതിയായ ഈശോയിലൂടെ, ഇസഹാക്കിലൂടെ കുറച്ച് കാര്യങ്ങൾ പൂർത്തിയായത് ഈ യേശു ക്രിസ്തുവിലൂടെ ലോകത്തെ സകല ജനതകളും അനുഗ്രഹിക്കപ്പെടും. ഈ അനുഗ്രഹത്തിന്റെ കഥ, അതാണ് രക്ഷയുടെ കഥ, ഉടമ്പടിയുടെ കഥ. അതാണ് ലിറ്റർജിയിൽ അനുഷ്ഠിക്കപ്പെടുന്നത്. അതുകൊണ്ട് ഈ അന്ത്യത്താഴത്തിന്റെ ഓർമ്മയാണ്, കുരിശിൽ ബലിയുടെ ഓർമ്മയാണ് എന്നെല്ലാം പറഞ്ഞ് കുർബാനയെയും ലിറ്റർജിയും ഒക്കെ ഇങ്ങനെ ലഘൂകരിക്കരുത്. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ഈ രക്ഷയുടെ കഥയൊന്നും മനസ്സിലാക്കാതെ വരും. ഇതുകൊണ്ടാണ് ഈ വിരി വേണമെന്ന് പറയുമ്പോൾ അത് ചങ്ങനാശ്ശേരിക്കാരുടെ ഒരു അഭിമാന പ്രശ്നമൊന്നും അല്ല. കർത്താവ് എന്നെ അടക്കം ചെയ്ത് ഇല്ലേ, കർത്താവിനെ അടക്കം ചെയ്യപ്പോൾ ഉണ്ടായ ചില സംഗതികള് 27-ാമത്തെ അധ്യായം മത്തായിയുടെ സുവിശേഷം 27-ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്. അവൻ മരിച്ച് പാതാളങ്ങളിൽ ചെന്നപ്പോൾ
പല വിശുദ്ധരുടെയും ആത്മാക്കൾ ഉയർപ്പിക്കപ്പെട്ടു. അവര് യേശു ഉത്ഥാനത്തിന് ശേഷം അവര് നഗരങ്ങൾ പലർക്കും പ്രത്യക്ഷപ്പെട്ടു. അപ്പൊ കർത്താവിന്റെ മരണം, പാതാളത്തിലേക്കുള്ള ഇറക്കം, വിശുദ്ധരുടെ ഉയർപ്പ്, പിന്നെ ആ വിശുദ്ധരെയും കൂട്ടിക്കൊണ്ടാണ് അവൻ സ്വർഗത്തിലേക്ക് വരുന്നത്. അങ്ങനെ കർത്താവ് പാതാളത്തിലേക്ക് ഇറങ്ങിയപ്പോൾ അബ്രഹാമിന്റെയും മാതാവിന്റെയൊക്കെ നേതൃത്വത്തിൽ അവനെ എതിരേറ്റ് പാടിയ പാട്ടാണ് സർവാധിപനം കർത്താവ് എന്ന് നമ്മൾ പാടുന്ന പാട്ട്. അവനോടുകൂടി, അതായത് കർത്താവ് ഈ വിശുദ്ധരോട് കൂടിയാണ് ഉയർത്തത്. ഇത് മത്തായിയുടെ സുവിശേഷം 20-ാമത്തെ അധ്യായത്തിൽ കിടക്കുന്ന കാര്യം ഞാൻ പറയണേ. അത് അങ്ങനെ തന്നെ ആവിഷ്കരിക്കുകയാണ് ഈ വിരി തുറക്കുമ്പോൾ. ആ വിരിയുടെ അവശിഷ്ടങ്ങൾ ഇപ്പോഴും ലത്തീൻ പള്ളിയിൽ ഇപ്പോഴും ഉണ്ട്. ഇതിനെ കന്ധമാറ്റി എതിർക്കുന്ന ഈ എറണാകുളം, ഇരിങ്ങാലക്കുട, തൃശ്ശൂരത്തുള്ള ഈ രൂപതകള് എന്ത് മനസ്സിലാക്കിയിട്ടാണ് അന്ധമായി, അതായത് ചങ്ങനാശ്ശേരി പക്ഷം, കൽതായ പക്ഷം എന്നുള്ള അന്ധമായ പാപകരമായ അന്ധതയാണ് ഈ പ്രശ്നങ്ങൾക്ക് കാരണം. അത് തിരുത്തപ്പെടണമെങ്കിൽ ബൈബിൾ അറിയണം, ലിറ്റർജി അറിയണം, കത്തോലിക്ക സഭയുടെ മതബോധന അറിയണം. അത് പഠിക്കാൻ മെത്രാന്മാരും വൈദികരും തയ്യാറാകണം, അൽമായരും കന്യാസ്ത്രീമാരും തയ്യാറാകണം. അല്ലാതെ വായ തോന്നി കോതയ്ക്ക് പാട്ടുന്ന മട്ടിൽ നടന്നാൽ നമ്മുടെ ഈ ലിറ്റർജി എന്ന് പറഞ്ഞ മഹാനിധിയുടെ ആ വില മനസ്സിലാകാതെ പോകും. അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.